ശ്രീ പി ടി കുഞ്ഞുമുഹമ്മദ്, 2-3 കാര്യങ്ങളുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ വലിയ വ്യക്തിയാണ്, വലിയ കലാകാരനാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിലെ കാര്യങ്ങളിലെ വിയോജിപ്പ് സമൂഹത്തിൽ പ്രതിഫലിക്കുകയാണ്. പട്ടികജാതി പട്ടികവർഗ്ഗങ്ങളെ സംബന്ധിച്ച്, സ്ത്രീകളെ സംബന്ധിച്ച്. മാത്രമല്ല, ഇന്ന് അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ ഈ ഗാനശാഖയെ, സംഗീത ലോകത്തെപ്പോലും അപഹസിക്കുന്ന തരത്തിലേക്കാണ്. സിനിമയിൽ അത് ആവശ്യമില്ല, അവരാരാണെന്നൊക്കെ ചോദിക്കുന്നതിലേക്ക് വരെ പോയി. എന്താണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ എങ്ങനെയാണ് കാണേണ്ടത് പി ടി? ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അദ്ദേഹത്തെ പോലെ സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുപോലത്തെ പോലെ അല്ല ഞാൻ സിനിമ എടുത്തതും. അദ്ദേഹത്തിന്റെ രീതികൾ ഉണ്ടാവും, നമുക്ക് നമ്മളുടെ രീതികൾ ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. അപ്പൊ ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം വന്നാലും ഒരേപോലെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഞങ്ങൾക്ക് ഒരു പ്രിവിലേജ് ഒരു ഭാഗത്തുനിന്നും ഇല്ലാത്തൊരു ആളാണ് ഞാൻ. അതിപ്പോ ആ വിഷയമല്ല ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ധാരാളം അവസരങ്ങളും കിട്ടിയിട്ടുണ്ട്. പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നിട്ട് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യാൻ അവസരം കിട്ടിയ ആളാണ്. ധാരാളം അവാർഡുകളും അവസരങ്ങളും ഒക്കെ കിട്ടിയ ആളാണ്. അദ്ദേഹത്തെ കേരളം ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൊന്നും യാതൊരു ഇതില്ല. അദ്ദേഹത്തിന്റെ സിനിമ നല്ല സിനിമകളുമാണ്, അതൊന്നും സംശയമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ. അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ തന്നെ അദ്ദേഹം ജീവിച്ച ചുറ്റുപാടുകളെ കുറിച്ചാണ്. ഭൂരിപക്ഷം സിനിമകളും അങ്ങനെ തന്നെയാണ്. അതൊക്കെ നല്ലത് തന്നെ, അതൊക്കെ ആൾക്ക്. പക്ഷെ ഇവിടെ ഒരു വിഭാഗമുണ്ട്, അതായത് ഇത്ര വലിയ മാറ്റങ്ങൾ നടന്നിട്ടും ഒന്നും നേടാൻ പറ്റാത്ത, ഒരു രീതിയിലും സാമ്പത്തികമായിട്ട് ഒരു മുന്നേറ്റവും നടത്താത്ത ഒരു വിഭാഗം ദളിതരാണ്. കേരളത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു മേഖലകളിലൊന്നും ഇവരെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സമ്പത്ത് ഉൽപാദനത്തിൽ ഇവരെ കാണാൻ പറ്റില്ല. ഒരു ചായക്കട പോലും ഒരു ദളിതനില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദേശീയപാതയോരത്ത് ഒരു നല്ല ബിൽഡിംഗ് ഒരു പാതയോരത്തും ഇല്ല. ഒരു പാതയോരത്തും അവർക്ക് ഒരു ചായക്കടയില്ല. ഒരു ചായക്കടയല്ല. ഒരു സമൂഹം എങ്ങനെയാണ് മോഡേൺ ആവുന്നത്? അവർക്ക് സാമ്പത്തിക രംഗത്ത് വലിയ തോതിലുള്ള ഇതുണ്ടാവുക. അപ്പോൾ ഇവിടെ മുസ്ലിംസിനുണ്ട്, ഈഴവർക്കുണ്ട്, നായന്മാർക്കുണ്ട്, എല്ലാ വിഭാഗങ്ങൾക്കും സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റമുണ്ട്. ഇവർക്ക് എവിടെയുള്ളത്? ഇവർക്ക് ഈ സംഭരണത്തിൽ കിട്ടുന്ന ജോലിയല്ലാതെ വേറെ എന്താ ഉള്ളത്? വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ അവരെങ്ങനെ സിനിമ പിടിക്കാൻ വരുന്നത്? അപ്പോ അവർക്ക് സംസ്ഥാന സർക്കാർ, ഇടത് സർക്കാർ ചെയ്യുന്ന സഹായത്തെ കുഴപ്പമില്ല. അതൊരു വലിയ സംഭവം തന്നെയാണ്. ഒരു സംശയമില്ല. പിണറായി വിജയന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അത് ഇനിയും കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനെ ഞാൻ. നിർഭാഗ്യവശാൽ അവരെ കുറിച്ച് നമുക്ക് സിനിമകളില്ല എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ സമൂഹത്തെ കുറിച്ച് നമുക്ക് സിനിമകളെ ഇല്ല. ആ സമൂഹത്തിൽ നിന്ന് വന്നവർ പോലും സവർണരെ കുറിച്ചാണ് സിനിമ ചെയ്തത്. ഞാൻ സിനിമ ചെയ്തത് ഞാൻ ജീവിച്ച സമൂഹങ്ങളെ കുറിച്ചാണ്. അടൂർ ഗോപാലകൃഷ്ണൻ സിനിമ ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണൻ ജീവിച്ച സമൂഹങ്ങളെ കുറിച്ചാണ്. MT വാസുദേവൻ നായർ സിനിമ ചെയ്തത് അദ്ദേഹം ജീവിച്ച സമുദായങ്ങളെ കുറിച്ചാണ്. KR മോഹൻ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആരെടുത്തു നോക്കിയാലും അവര് ജീവിച്ച ഈ ദളിത് വിഭാഗങ്ങളെ കുറിച്ച്, അവരുടെ ജീവിതത്തെ കുറിച്ച്, അവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ച്, അവരുടെ പോരാട്ടങ്ങളെ കുറിച്ച് എവിടെ സിനിമ? അവർക്ക് അവിടെ സിനിമാ മേഖലയിൽ എന്തുണ്ട്? അവർ കുറച്ച് സംഗീതത്തിലുണ്ട്. പുഷ്പവതിയൊക്കെ പോലത്തെ. പുഷ്പവതി അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് സംശയമുണ്ട്. അതിന് മനോഹരമായി ഇപ്പൊ പി ടി സൂചിപ്പിച്ചതുപോലെ തന്നെ മനോഹരമായ മറുപടിയാണ് നൽകിയത്. ഈ ദളിത് വിഭാഗങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് ഒരു സിനിമ എടുക്കുവോ അടൂർ സാർ എന്നാണ് പറഞ്ഞത് പുഷ്പവതി. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ഇപ്പൊ പുഷ്പവതി എനിക്ക് വളരെ ചെറുപ്പം തൊട്ടറിയാം. വളരെ ബുദ്ധിമുട്ടിയിട്ട് വന്ന ഒരു പെൺകുട്ടിയാണ്. മനോഹരമായി പാടുന്ന പുഷ്പവതി നിരവധി സിനിമകളിൽ പാടിയിട്ടുണ്ട്. സിനിമയിലൊക്കെ പാട്ട് വേണമെന്നുള്ള ആളാണ് ഞാൻ കേട്ടോ. എന്റെ വീട്ടില് പാട്ട്. കേരളത്തില് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്ന സമൂഹം മുസ്ലിം സമൂഹമാണ് സംഗീതത്തിന്. ഇപ്പൊ നിങ്ങൾക്കറിയോന്ന് അറിയില്ല. ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് സംഗീതം, വിവാഹത്തിലും മറ്റുള്ള പരിപാടിയിലും ഒക്കെ അവരുടെ വീടുകളിലാണ് സംഗീതം നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഞാനൊരു സിനിമ ചെയ്യുമ്പോ മാപ്പിളപ്പാട്ടല്ല, പല രീതിയിൽ നൃത്ത രീതികള്, പല രീതിയിലുള്ള സംഗീതം, സംഗീതം അവരെ കുടുംബങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഇപ്പൊ ഇപ്പൊ ഞാനൊരു കല്യാണത്തിൽ പോയിട്ട് വരികയാണ്, അവിടെയും സംഗീതവും നൃത്തവും ഒക്കെ ഉണ്ട്. അപ്പോ അത്തരത്തിലുള്ള ഒരു സാധനമാണ് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. നമ്മളെ ലൈഫിലുള്ളതാണല്ലോ നമ്മൾ ചെയ്യുക. പിന്നീട് പി ടി ശ്രദ്ധിച്ചു കാണും. അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ പല സംവിധായകരും
പല സംവിധായകരും പടം പിടിക്കുന്നത് ആ ക്യാമറാമാൻ്റെ മികവ് കൊണ്ടാണ്. അവർ വരാറേയില്ല, ബാക്കിയുള്ളവരാരും അറിയാറില്ല. എന്തൊരു ആക്ഷേപമാണ്! അതൊരു അപരനിന്ദയല്ലേ? അടൂരിനെ പോലൊരാളിൽ നിന്ന് എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്? അടൂരൊന്നും ഇപ്പൊ അങ്ങനെ പറയണ്ടായിരുന്നു. എന്താ പുള്ളിയോട് പറയാ? നമ്മളൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാള്, എത്രയോ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നിട്ട് ഏറ്റവും കൂടുതൽ സിനിമ എടുത്ത ആളും അദ്ദേഹം എനിക്ക് തോന്നുന്നത്. ജോർജാണോ കൂടുതൽ സിനിമ എടുത്തുള്ളത്? അപ്പോ ജോർജ് ഏട്ടനാണ്. ജോർജ് പിന്നെ അടൂരിന്റെ പോലെ സിനിമ എടുത്ത ആളല്ല. അദ്ദേഹം വേറെ ഒരു രീതിയിലാണ് സിനിമ എടുത്തത്. അദ്ദേഹം ഗംഭീര ഫിലിം മേക്കറാണ്, ഒരു സംശയമില്ല. അതൊക്കെ ഓരോ രീതികളാണ്. അടൂരിന്റെ രീതിയിൽ സിനിമ എടുക്കുന്നത്, ഞാൻ എന്റെ രീതിയിൽ സിനിമ എടുക്കുന്നത്, പിന്നെ ജോർജിന്റെ രീതിയിൽ സിനിമ. ചില അതിലൊക്കെ ഇപ്പൊ അംഗീകാരം കിട്ടുന്നത് അടൂരിന്റെ പോലത്തെ സിനിമകൾ എടുക്കുന്നവർക്ക്. അത് നമ്മളുടെ ഈ സംസ്ഥാന ഗവൺമെന്റുകള്, അതുപോലെ ദേശീയ ഗവൺമെന്റുകൾക്കൊക്കെ ഒരു യൂറോപ്യൻ വിധേയത്വമുണ്ട്. അവിടുന്ന് വന്ന ഒരു മൂവ്മെന്റ് ആണ് ഈ പാരലൽ സിനിമ, പൂന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ. അത് നല്ലതാണ്, ടെക്നോളജിക്കലൊക്കെ തന്നെ. സിനിമ പല രീതിയിലും എടുക്കാലോ. ജോർജ് എടുത്തുല്ലോ, പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ആളെങ്ങനെ നമ്മളൊന്നും എടുത്തു. അപ്പോ എന്റെ അഭിപ്രായത്തില് സിനിമ പല രീതിയിലും ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, സ്ക്രിപ്റ്റ് ഇല്ലാതെ. അരവിന്ദ സ്ക്രിപ്റ്റ് ഇല്ലാതെ ചെയ്യുന്ന ആളാ. ജോൺ എബ്രഹാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ആൾ, അയാളും സ്ക്രിപ്റ്റ് ഇല്ലാതെ ചെയ്തിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്ക്രിപ്റ്റ് ഇല്ലാതെ ചെയ്യുന്നവരുണ്ട്. ഞാൻ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. മാറ്റങ്ങൾ വരുത്താം, അതൊക്കെ ശരി. പക്ഷെ സ്ക്രിപ്റ്റ് വേണം എന്നുള്ളതാണ് എനിക്ക് ഇതായിട്ടുള്ള. എന്നെ സിനിമ ഞാൻ പഠിച്ചത് KR മോഹനിൽ നിന്നാണ്. പക്ഷെ KR മോഹനം ചെയ്ത പോലത്തെ സിനിമ അല്ല ഞാൻ ചെയ്തത്. മനസ്സിലായില്ലേ? രണ്ടും വ്യത്യാസമുണ്ട്. എൻ്റർലി ഡിഫറെന്റ് ആണ്. എനിക്ക് ആ രീതിയിൽ സിനിമ ചെയ്യാനേ ആലോചിക്കാത്ത ഒരാളാണ്. ദളിത് ഇതിനെ കുറിച്ചുള്ള ഒരുപാട് സിനിമകൾ ഇനി നമുക്ക് വരാൻ കിടക്കുകയാണ്. അതിനുള്ളൊരു വഴിയാണ് ഈ യൂറോപ്പ് സ്വാധീനം എന്ന് മൃദുവായി പറഞ്ഞതാണോ? അതിനപ്പുറത്തേക്ക് ഒരു വരേണ്യ സവർണ മാനങ്ങളുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് അത് അത്തരം രീതികൾ ഒരുപക്ഷെ അടൂർ ഗോപാലകൃഷ്ണനെ സ്വാധീനിച്ചിരിക്കുക. അത് സമൂഹത്തിലുള്ള ഒരു ധാരയുടെ പ്രതിനിധീകരണം അദ്ദേഹത്തിലൂടെ ആയി എന്ന് വിമർശനമാണ്. അതായത് ഏകമുഖമായിരുന്നു ഈ പാരലൽ സിനിമയുടെ കൾച്ചർ, ബഹുസ്വരമായിരുന്നില്ല. അത് പ്രത്യേകിച്ച് ചരിത്രപരമായിട്ടുള്ള സിനിമകളൊന്നും ആ രീതിയിൽ വന്നിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ചരിത്രത്തെ ഇത് ചെയ്യുന്ന സിനിമകളൊന്നും മലയാളത്തിൽ. കാരണം അതിന് കൂടുതൽ ആളുകൾ വേണം, മോബ് ധാരാളം വേണ്ട. അല്ലെങ്കിൽ ഹിസ്റ്ററി ഒക്കെ ആകുമ്പോൾ ഒരുപാട് സംഗതികൾ വരും. ഇപ്പൊ ഞാൻ മലബാറിൽ എന്റെ ദേശീയ പോരാട്ടത്തെ കുറിച്ചിട്ട് വീരപുത്ര എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് 10,000 ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ 182 കഥാപാത്രങ്ങൾ, ഡയലോഗ് മാത്രമുള്ള കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് വലിയൊരു ക്യാൻവാസാണ്. അപ്പൊ ആ ക്യാൻവാസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോ അത്തരത്തിലുള്ള ക്യാൻവാസുകളിൽ പാരലൽ സിനിമ കുറവാണുള്ളത് എന്നാണ് എന്റെ അഭിപ്രായം. മനസ്സിലായോ? അത് IV ശശിയൊക്കെ തന്നെയാണ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു ജോഷി ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. അത് ഈ പാരലൽ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ്. അതിന് വേറൊരു സംഭവം എന്താ വെച്ചാൽ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് പക്ഷെ താങ്കളുടെ എല്ലാം ഇത്തരം ഒരു മൂല്യവത്തായ സിനിമകളാണ്, പൂർണ്ണമായ ഒരു കച്ചവട സിനിമയല്ല താങ്കളുടെ. ഇപ്പൊ ഗർഷമായാലും അവിടെയൊക്കെ സംഗീതം ഉണ്ടായിരുന്നല്ലോ, അതിലൊക്കെ സംഗീതം ഉണ്ടായിരുന്നു. സംഗീതം ഞാൻ എന്റെ സിനിമയിലെ ഒരു ഇതിൽ പോലും ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് ഞാൻ സംഗീതത്തെ ഉപയോഗിച്ചിട്ടില്ല, ഒരു സ്ഥലത്ത് പോലും ഉപയോഗിച്ചിട്ടില്ല. അപ്പോ ഞാൻ പറഞ്ഞുതരാം. പരദേശിയില് ഒരു പാട്ടുണ്ട്, തട്ടം പിടിച്ച് വലിക്കല്ലേ മൈലാഞ്ചിച്ചിടി. ആ പാട്ട് മ്യൂസിക് ചെയ്യുമ്പോൾ BGM ഉണ്ടായിരുന്നില്ല. BGM കൂടിയിട്ടാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു അതിൽ മ്യൂസിക് വേണ്ട രമേശ് നാരായണൻ എന്ന് പറഞ്ഞിട്ട്. രമേശ് ചോദിച്ചാൽ അത് സംഗീത പദ്യം ചെല്ലുന്ന പോലെ ആവുന്നതാണ്. ഞാൻ എന്തുപോലെ ആയാലും ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാല്, അല്ല ഒരു കാര്യം ഒന്ന് ഇടപെട്ടോട്ടെ. യഥാർത്ഥത്തിൽ ആ പാട്ടിലാണ് നായകന് നായികയോട് ആ അർത്ഥത്തിലൊരു പ്രണയമുണ്ട് എന്ന് ബോധ്യമാകുന്നത്. അതുവരെ അത് പറഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ ഒരു വീക്ഷണം. അതിന്റെ ഒരു ബേസ് ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത്. എന്റെ ഗ്രാൻഡ് ഫാദർ 111 വയസ്സ് വരെ ജീവിച്ച ആളാണ്. അദ്ദേഹത്തിന് പാട്ട് കേൾക്കല് ഭയങ്കര ഇഷ്ടമായിരുന്നു. 5 നേരം നമസ്കരിക്കുകയും 5 നേരം കുളിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ അദ്ദേഹം രാത്രിയിൽ എന്റെ ഉമ്മ അവിടെ ചെന്നാൽ അദ്ദേഹം പാട്ട് പാടിക്കുകയായിരുന്നു. അപ്പൊ പ്രകൃതി മുഴുവൻ നിശ്ചലായിരിക്കും. മനസ്സിലായില്ലേ? എന്റെ ഉമ്മയുടെ ശബ്ദം മാത്രമാണ്. മോയിൻകുട്ടിയുടെ പാട്ടുകളൊക്കെ എന്റെ ഉമ്മ പാടാറുണ്ട്. ആ ഒരു ഇത് വെച്ചിട്ടാണ് സംഗീതം വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു.
എന്റെ ജീവിതത്തിൽ നിന്നാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത്. ഫോം ഉണ്ടാവുന്നത് ലൈഫിൽ നിന്നാണ്, മനസ്സിലായില്ലേ? ഫോമൊക്കെ നമുക്ക് സിനിമയിൽ ഉണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ലൈഫിൽ അടൂർ ഗോപാലകൃഷ്ണന് ഈ പാർശ്വവൽകൃത ജനതയുമായി സംവദിക്കാനുള്ള അവസരം കിട്ടിയില്ല, അതുകൊണ്ടാണ് എന്ന വിമർശനമാണോ ഇതുവഴി താങ്കൾ വെക്കുന്നത് ശ്രീ പി ടി? എനിക്ക് ഞാൻ പറഞ്ഞ അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാഗത്തെ കിട്ടിയതാണ് അദ്ദേഹം ചെയ്തത്. അതിൽ വിരോധമില്ലാന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള ചെയ്യുന്ന ആളുകളെ, ഇങ്ങനെയുള്ള ചെയ്യാൻ പറ്റാത്ത ആളുകളെ കണ്ടുപിടിച്ചിട്ട് ഗവൺമെന്റ് ഒരു പുതിയ സഹായം ചെയ്യുമ്പോൾ അതിനെന്തിനാ അദ്ദേഹം വിമർശിക്കുന്ന ഞാൻ ചോദിച്ചു. പക്ഷെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് അത് തുടരുമെന്ന്, ദളിതർക്കും സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങൾ, അവസരങ്ങൾ തുടരും എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിച്ചു. അല്ല, ഇതിലൊക്കെ നിലപാട് പ്രശ്നമാണ്. നിങ്ങൾ ഏത് നിലപാടെടുക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. തീർച്ചയായും പാടാണ്. ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്.